അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള പരിഹാര മാർഗമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഐശ്വര്യവും റാഹത്തും നിറഞ്ഞ ഒരു വീട് ഇരുലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും ജീവിതത്തിന്റെയും സമ്പത്തിന്റെയും നല്ലൊരു പങ്ക് ചെലവഴിക്കുന്നതും. പക്ഷേ സ്വന്തമായി ഒരു വീടില്ലാത്തവർ, വീട് വെക്കാൻ പണമില്ലാത്തവർ, വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്തവർ, വീട് പണി നടക്കാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. വീട് പണി പൂർത്തിയാവാൻ ചൊല്ലേണ്ട ചില ദിക്റുകളും ഏതാനും ചില ആയത്തുകളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൽ ഒന്നാമത്തത് യാ ജാമിഉ യാ അല്ലാഹ് എന്ന ദിക്റാണ്. ഈ ദിക്റിനെ സുബഹി നിസ്കാരത്തിന്റെ ശേഷം 114 പ്രാവശ്യം ആത്മാർത്ഥമായി ചൊല്ലുക. രണ്ടാമത്തെ ദിക്റ് യാ ലാറു യാ അല്ലാഹ് എന്ന ദിക്റാണ്. ഈ ദിക്റിനെ വെള്ളിയാഴ്ച ദിവസം 100 തവണ ചൊല്ലുക. മൂന്നാമത്തെ ദിക്റ് യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ദിക്റാണ്. ഈ ദിക്റിനെ 72 പ്രാവശ്യം ആത്മാർത്ഥമായി ചൊല്ലുക. അടുത്തത് പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്താണ്, സൂറത്തുൽ ഖുറൈശ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഈ സൂറത്തിനെ വീട് പണി പൂർത്തിയാവണം എന്ന ഉദ്ദേശത്തിൽ ദിവസവും ആത്മാർത്ഥമായി ചൊല്ലുക. അതുപോലെ സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയയും മുഅവ്വിദത്തൈനിയും ഓരോ പ്രാവശ്യം ഓതുക. എന്നിട്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാര ശേഷമോ ഞാൻ ഈ പറയുന്ന ദുആ 21 പ്രാവശ്യം ചൊല്ലുക. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹിലിൽ ബൈത്ത്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹിലിൽ ബൈത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുള്ള നല്ലൊരു വീട് നമുക്കെല്ലാവർക്കും നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.